അപ്പോൾ നമ്മൾ കണ്ണിമാങ്ങ അച്ചാറിടുന്ന വീഡിയോ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇടാമെന്ന് കരുതി. അപ്പോൾ നമുക്കിത് അട്ടപ്പാടിയിൽ നിന്ന് എൻ്റെ ബ്രദർ വന്നപ്പോൾ കൊണ്ടുവന്ന മാങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതൊരു 10-15 ദിവസത്തേക്ക് കൂടുതൽ നമ്മളിത് ഉപ്പിലിടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമോ വിനാഗിരിയോ ഒന്നും നമ്മളിതിൽ ചേർക്കില്ല, ജസ്റ്റ് കല്ലുപ്പ് മാത്രം ഇട്ടിട്ടാണ് നമ്മൾ ഉപ്പിലിടാൻ വെച്ചത്. പിന്നെ അതൊരു 10-15 ദിവസത്തിന് ശേഷം നമ്മളത് എടുത്ത് വെള്ളം മാറ്റി, അതിൻ്റെ കണ്ണിമാങ്ങ ഉപ്പിലിട്ടതിൻ്റെ വെള്ളം കൂടെ ഊറ്റി മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉലുവയും കടുകും കൂടെ പൊടിച്ചിട്ടു, മുളക് പൊടി ഇട്ടു, പിന്നെ പെരുങ്കായപ്പൊടി ഇട്ടു, കല്ലുപ്പിട്ടു, പിന്നെ നമ്മൾ ഊറ്റി മാറ്റി വെച്ച വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 ദിവസം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇത് 2 ദിവസം നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ അച്ചാറിന് വേണ്ട മസാലകളൊക്കെ നമ്മൾ ഇതിൽ മൊത്തം മിക്സ് ചെയ്തിട്ട് 2 ദിവസം നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് നല്ലെണ്ണ അത് ചൂടാക്കിയിട്ട് നന്നായിട്ട് ചൂടാക്കും. എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ അച്ചാറിലേക്ക് ഒഴിക്കും. എന്നിട്ടാണ് നമ്മൾ ഒരു ഈവനിങ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മളത് ഭരണിയിലോട്ട് ആക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഏകദേശം ഇതിൽ പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ ടേസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, ടേസ്റ്റ് ഒന്നും നോക്കിയിട്ടുമില്ല, ടെസ്റ്റ് ചെയ്തിട്ടുമില്ല. 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കും. എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കാം കേട്ടോ. ആദ്യമായിട്ടാണ് ഞാനും ഈ കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ട്രൈ ആണ്, നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ബൈ ബൈ, സീ യു.